രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെൺകുട്ടി പരാതി നൽകും എന്ന വാർത്തകളാണ് ഇന്നലെ വന്നത്. പക്ഷേ ഇതുവരെ ആ രീതിയിൽ ഒരു പരാതി നൽകിയിട്ടില്ല. മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകും എന്ന വാർത്തകളാണ് ഇന്നലെ വന്നത്. മാത്രവുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമായ മറ്റൊരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു. ഈ പെൺകുട്ടിയെ ഗർഭധാരണത്തിന് നിർബന്ധിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നാരോപിക്കുന്ന തരത്തിലുള്ള ഒരു വാട്സപ്പ് ചാറ്റ് ഇന്നലെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ എതിരായ ലൈംഗികാരോപണം വളരെ കൂടുതലായി ചർച്ച ചെയ്യപ്പെടുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുന്ന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ ലൈംഗികാരോപണ വാർത്തകൾ രാഷ്ട്രീയ പാർട്ടികൾ ആ രീതിയിൽ കോൺഗ്രസിനെതിരെ ആയുധമാക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ പരാതി ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പെൺകുട്ടി അതിൽ ഉറച്ച തീരുമാനം തന്നെ എടുത്തിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ ന്യായീകരണവുമായാണ് എത്തിയത്. തനിക്ക് നിയമ പോരാട്ടം എപ്പോൾ വേണമെന്ന് താൻ തീരുമാനിച്ചോളാം എന്നതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അപ്പോൾ പോലും ഈ ശബ്ദം എന്റേതല്ല എന്ന് പറയാനുള്ള ധൈര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ കണ്ടതാണ്. ഈ വിഷയം ഇപ്പോൾ കൂടുതൽ ചർച്ചയാകുമ്പോൾ കോൺഗ്രസിന്റെ നിഷ്ക്രിയത്വം, ഇരട്ടത്താപ്പ് കൂടുതൽ ചർച്ചയാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടികളെല്ലാം എടുത്തു കഴിഞ്ഞു എന്ന രീതിയിൽ കൈമലർത്തുകയാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നടപടിയെടുത്തു എന്ന് പറയുന്ന ഈ നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ, ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ഔദ്യോഗിക പരിപാടികളിലൊക്കെ വളരെ വലിയ വെൽക്കം ആണ് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിൽ നിന്ന് നയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ നടപടിയെടുത്ത് മാറ്റി നിർത്തിപ്പെടുന്ന ഒരാൾക്ക് ഇതാണോ പാർട്ടിയിൽ ലഭിക്കുന്ന സ്വീകാര്യത എന്ന ചോദ്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള വിമർശനങ്ങൾ കോൺഗ്രസിനെതിരെ വളരെ ശക്തമാകുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും പെൺകുട്ടി പരാതി നൽകും എന്ന സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനും പരാതി നൽകും എന്ന വിവരമാണ് വരുന്നത്. ആ പെൺകുട്ടി ആ തീരുമാനമെടുത്തതിന്റെ ഭാഗമാണ് ഇന്നലെ കൂടുതൽ തെളിവുകൾ രാഹുലിനെതിരെ രംഗത്ത് വന്ന സാഹചര്യം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഗ്രസിൽ നേതാക്കൾ നടപടിയെടുത്തു എന്ന് പറഞ്ഞ് കൈകഴുകുമ്പോൾ പല കോണിൽ നിന്നും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ വിമർശനം നേതൃത്വത്തിനെതിരെ പോലും ഉയരുന്നൊരു സാഹചര്യമുണ്ട്. യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണം എന്നതാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സജന ബി സാജൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആ പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള സൈക്കോപാത്തുകളെ പടിയടച്ച് പിണ്ടം വെക്കണം എന്നതാണ് ആ വനിതാ നേതാവ് ആവശ്യപ്പെടുന്നത്. പെൺകുട്ടികളുടെ മാനത്തിനും വിലയുണ്ടെന്ന് നേതൃത്വം മനസ്സിലാക്കണം. രാഹുലിനെ പരിശുദ്ധനാക്കണമെന്ന ധൃതി ആർക്കാണ് എന്ന് ഈ പെൺകുട്ടി ചോദിക്കുന്നു. എത്ര കിട്ടിയാലും പഠിക്കുന്നില്ല എന്നാണെങ്കിൽ ഇനി പഠിക്കാൻ പാർട്ടി ഉണ്ടാകില്ലെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ സജന ഫേസ്ബുക്ക് കുറിപ്പിൽ നൽകുന്നത്. സ്വല്പം ബുദ്ധിമുട്ടിയാണ് തങ്ങളെപ്പോലെയുള്ളവർ ഇതിൽ, അതായത് ഈ പാർട്ടിയിൽ നിലനിൽക്കുന്നത് എന്നത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ വനിതാ നേതാവ്. പോലീസ് ലാത്തിചാർജും ജയിൽവാസവും സമരങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ അതൊന്നും റീൽസ് ആക്കി പോസ്റ്റ് ചെയ്യാൻ പി ആർ സംവിധാനങ്ങളില്ലാത്ത പട്ടിണി പാവങ്ങളുമൊക്കെ ഈ പാർട്ടിയിലുണ്ട് എന്ന് നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുകയാണ് സജന. അതിൽ ആത്മാഭിമാനം പണയം വെക്കാത്ത തങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടി പാർട്ടി ഇതുപോലുള്ള സൈക്കോപാത്തുകളെ പടിയടച്ച് പിണ്ടം വെച്ചേ മതിയാകൂ എന്നാണ് ഈ കുറിപ്പിൽ സജന ബി സാജൻ പറയുന്നത്. അതായത് നടപടിയെടുത്തു, തങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന് പറഞ്ഞ് കണ്ണടയ്ക്കുന്ന നേതൃത്വത്തോട് ആ പാർട്ടിയിലെ ഒരു യുവ വനിതാ നേതാവിന് പറയേണ്ടി വരുന്നു, ഇതല്ല നടപടി, ഇതിനപ്പുറമുള്ള നടപടിയുണ്ട്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കണം, പടിയടച്ച് പിണ്ടം വെക്കണം. അപ്പോൾ മാത്രമേ നടപടി പൂർത്തിയാവുകയുള്ളൂ. ആത്മാഭിമാനമുള്ളവർക്ക് ആ പാർട്ടിയിൽ പണിയെടുക്കണമെങ്കിൽ ആ നടപടി അനിവാര്യമാണ് എന്ന് വളരെ പച്ചയായി നേതൃത്വത്തോട് പറയാൻ ആ വനിതാ നേതാവ് ധൈര്യം കാണിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ കാണാനുള്ളത്. അത്രമാത്രം ബുദ്ധിമുട്ടുകൾ ആ വനിതാ നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്നതുകൂടിയാണ് ആ കുറിപ്പിന്റെ ഉള്ളടക്കത്തിൽ പറയുന്നത്. അപ്പോൾ ആ സാഹചര്യം മറ്റുള്ളവർക്ക് പറഞ്ഞ് ന്യായീകരിക്കുന്ന സാഹചര്യം വനിതയായ ആ തങ്ങളെപ്പോലെ ഉള്ളവർക്ക്
സാധിക്കുന്നതല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ആ വിഴുപ്പ് ചുമക്കേണ്ടുന്ന കാര്യം തങ്ങൾക്കില്ല എന്നത് സൂചിപ്പിക്കുകയാണ് സജ്ന ചെയ്തിരിക്കുന്നത്. പക്ഷേ നേതൃത്വം തങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന നിലപാടിലാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. വി ഡി സതീശൻ ആ നിലപാട് സ്വീകരിച്ചു. അത് കൃത്യമായ ബോധ്യത്തിൽ നിന്നുള്ള നിലപാടാണ് എന്നത് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ആരൊക്കെ പറഞ്ഞാലും അത് പിന്തിരിപ്പിക്കാൻ കഴിയാത്തതാണ് എന്ന് വി ഡി സതീശൻ പറഞ്ഞതാണ്. പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് വലിയ രീതിയിൽ സൈബർ ആക്രമണം ഉൾപ്പെടെ നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. മറ്റു പലരുടെയും സംരക്ഷണയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശൻ എന്ന ആ ഫാക്ടറിനെ പോലും മറികടന്ന് പാർട്ടിയിൽ സജീവമാകുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇന്നലെ അദ്ദേഹം വിഷയം അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി. അപ്പോൾ ഇന്ന് കുറച്ചുകൂടി വ്യക്തമായി ഈ വിഷയത്തിൽ പ്രതികരിച്ചു. രാഹുലിനെതിരെ നടപടിയെടുത്തു കഴിഞ്ഞു എന്നതാണ് വി ഡി സതീശന്റെ പ്രതികരണം. ഒരു കാര്യത്തിൽ 2 തവണ നടപടിയെടുക്കാൻ പറ്റുമോ എന്ന ഒരു ചോദ്യമാണ് ഇന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളോട് തിരിച്ചു ചോദിച്ചത്. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ, നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? ഇപ്പോൾ ഞങ്ങൾ ഈ വിഷയം ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ നടപടിയെടുത്തു. നിങ്ങൾ നടപടി എടുക്കാത്ത ആളുകളോട് പോയി ചോദിക്കുക എന്തിനാ ഞങ്ങളോട്? എന്താ ഞാൻ ഒറ്റ ചോദ്യത്തിൽ എൻ്റെ മറുപടി ഒറ്റ വാചകമാണ്. ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായി 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? അല്ലല്ല, ലെറ്റ് മീ കംപ്ലീറ്റ്. ബഹളം ഉണ്ടാക്കല്ലേ, അത്ര ആവശ്യം കാണിക്കില്ലേ, ബഹളം ഉണ്ടാക്കല്ലേ. ഞാൻ മറുപടി പറയല്ലേ, നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും എൻ്റെ ഒറ്റ വാചകത്തിലുള്ള മറുപടിയാണ്. നടപടിയെടുത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായിട്ട് 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ മറുപടി. നീ ഒന്നുമില്ല, നത്തിങ് മോർ. ഇതാണ് പ്രതിപക്ഷ നേതാവിന് പറയാനുള്ളതെങ്കിൽ പാർട്ടി വേദികളിലേക്ക് ഔദ്യോഗികമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആരും ക്ഷണിച്ചിട്ടില്ല എന്നതാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അപ്പോൾ പാർട്ടി നടപടിയെടുത്തു എന്ന് പറയുന്ന വ്യക്തിയെ ഔദ്യോഗികമായി ക്ഷണിച്ചില്ലെങ്കിൽ അവിടേക്ക് വരുന്നത് എന്തിന് എന്ന ഒരു ചോദ്യമുണ്ടല്ലോ. അയാൾക്ക് പിന്നീട് ഈ പൊസിഷനുകൾ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്നു എന്ന ചോദ്യമുണ്ടല്ലോ. പക്ഷെ അതിനൊന്നും നേതാക്കന്മാർക്ക് മറുപടിയില്ല. രാഹുലിനെ സസ്പെൻഡ് ചെയ്തതാണല്ലോ എന്നുകൂടി പറഞ്ഞ് മറുപടി അവസാനിപ്പിക്കുകയാണ് സണ്ണി ജോസഫ് ഇതിൽ ചെയ്തത്. ഞങ്ങളിപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, തിരിച്ചെടുത്തിട്ടില്ല. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. അങ്ങനെ ഒരു കീഴ്വഴക്കം കേരളത്തിലില്ല. അദ്ദേഹത്തിന്റെ നിയമസഭാംഗത്വം റദ്ദ് ചെയ്യാൻ അദ്ദേഹത്തിനെതിരെ കൊടുത്തിരിക്കുന്ന കേസുകളുണ്ട്. ആ കേസുകളൊന്നും അന്വേഷിച്ച് മുന്നോട്ട് വന്നിട്ടില്ലല്ലോ. ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ പേരിൽ സുവമോട്ടോ സ്വന്തം കേസെടുത്തല്ലേ, പരാതിക്കാരില്ലാതെ. ഇതിന്റെ അന്വേഷണം കൂടി വരട്ടെ. പാർട്ടി വേദിയിൽ അദ്ദേഹത്തെ ഔദ്യോഗികമായിട്ട് ഞങ്ങളാരും ക്ഷണിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ ഇന്നലെ ശക്തമായ പ്രതികരണം നടത്തിയത് കെ മുരളീധരനാണ്. ഇനി നടപടിയെടുക്കേണ്ടത് സർക്കാരാണ് എന്നതാണ് കെ മുരളീധരൻ ഇന്നലെ സൂചിപ്പിച്ചത്. സർക്കാർ നടപടിയെടുത്താൽ പാർട്ടി നടപടി ഉണ്ടാകും എന്ന് ഇന്ന് കെ മുരളീധരൻ പറയുകയാണ്. UDFന്റെ ഔദ്യോഗിക പരിപാടികളിൽ രാഹുൽ പങ്കെടുക്കുന്നില്ല, വിവാദം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകില്ല എന്നും കെ മുരളീധരൻ പറയുകയാണ്. ഇതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വിരുദ്ധമായ നിലപാടുകൾ ഉണ്ട് എന്നത് നമ്മൾ ഈ പ്രശ്നത്തിന്റെ തുടക്കം മുതൽ തന്നെ കാണുന്നതാണ്. ശക്തമായ നടപടികൾ വേണം, രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റി നിർത്തണം എന്ന് പോലും നിലപാടെടുത്ത നേതാക്കളുണ്ട്. പക്ഷേ ഇപ്പോൾ പലരുടെയും സംരക്ഷണയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ശക്തനായി തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടത്. സർക്കാരാണ് ഇനി ആക്ട് ചെയ്യേണ്ടത് എന്ന് കെ മുരളീധരൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്ന സൂചനയാണ് കെ മുരളീധരൻ ഇന്നും നൽകിയത്. UDFന്റെ പ്രചാരണ രംഗത്ത് സജീവമാണ്. ഇല്ല, പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ഒരു ഔദ്യോഗിക പരിപാടികളിലും സസ്പെൻഡ് ചെയ്ത് MLA പങ്കെടുപ്പിക്കും. അക്കാര്യം വളരെ ക്ലിയറാണ് പാർട്ടിയുടെ സ്റ്റാൻഡ്. തുടർന്നുള്ള കാര്യങ്ങൾ പാർട്ടി പരിശോധിച്ച് ഉചിതമായിട്ടുള്ള സമയത്ത് നിലപാട് ചെയ്യും. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ ഉയർന്ന ഈ ആരോപണം വലിയ തരത്തിലേക്ക് തിരിച്ചടിയാവുമെന്ന് കരുതുന്നുണ്ടോ UDF? ഒരു കാരണവശാലും ഞങ്ങൾക്ക് തിരിച്ചടിയാവില്ല. കാരണം ആക്ഷൻ എടുക്കേണ്ട ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് ആക്ഷൻ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ശക്തമായിട്ട് ഗവൺമെന്റ് ആക്ഷൻ എടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ നിലവിലുള്ള നിലപാട് ഞങ്ങളും എടുക്കും. ഇപ്പോൾ സസ്പെൻഷൻ ആണെങ്കിൽ പാർട്ടിയുടെ നടപടി പുറത്താക്കലിലേക്ക് അവസാനിക്കും.
പുറമേക്ക് നടപടിയെടുത്തു എന്ന് പറയുന്നു. പക്ഷേ പാർട്ടി വേദികളിലും മറ്റിടങ്ങളിലുമൊക്കെ സജീവ സാന്നിധ്യമായി രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. എല്ലാ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നുണ്ട്. പാർട്ടിയെ ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുന്നിൽ നിന്ന് നയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് പറയാം. ആ തരത്തിൽ നടപടിയെടുത്ത വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പാർട്ടി നടപടിയെടുത്താൽ എങ്ങനെയായിരിക്കും കാര്യങ്ങളെന്ന് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് നടപടിയെടുത്തു എന്ന് പറയുകയും ഈ വിധത്തിലുള്ള സ്വീകരണം ലഭിക്കുകയും ഈ വിധത്തിൽ അക്കോമഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് എന്താണ് എന്ന സ്വാഭാവികമായ ചോദ്യം അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകില്ല എന്ന് നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചാലും എങ്ങനെയാകും എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്ന സാഹചര്യമാണ്. ഇവിടെ ഈ സാഹചര്യം രാഷ്ട്രീയമായി കൂടി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്നത് നമ്മൾ കാണണം. ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടിയൊക്കെ അതിശക്തമായി വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയതാണ്. സ്ത്രീത്വത്തോടുള്ള വെല്ലുവിളിയാണ് കോൺഗ്രസ് നടത്തുന്നത് ഈ വിഷയത്തിൽ എന്നതാണ് മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുള്ളത്. കോൺഗ്രസിന് ഈ വിഷയത്തിലുള്ള ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുക എന്നതാണ് LDF ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ വിധത്തിൽ ആരോപണ വിധേയനായ വ്യക്തിയെ മാറ്റി നിർത്തി എന്ന് പറയുകയും ഇരട്ടത്താപ്പ് കാണിച്ചുകൊണ്ട് അയാളെ എല്ലായിടത്തും വലിയ സ്വീകാര്യനായി ക്ഷണിച്ചു വരുത്തുകയുമാണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്നതാണ് ഈ വിഷയത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ തുറന്നു കാട്ടാൻ പോകുന്ന കാര്യം. ഇപ്പോൾ കോൺഗ്രസ് കാട്ടുന്നത് വെറും നാടകം ആണ് എന്ന് അവർ കുറ്റപ്പെടുത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാതെ കോൺഗ്രസ് സംരക്ഷിക്കുകയാണ് എന്ന വിമർശനം ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉയർത്തിയത് അതിന്റെ ഭാഗമാണ്. പരാതി കിട്ടിയാൽ രാഹുൽ അകത്ത് കിടക്കും എന്നതാണ് MV ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതിന് മുമ്പേയുള്ള പ്രശ്നമല്ലേ, അതിപ്പോഴും തുടരുകയാണ്. അതിന്റെ ഓരോ വിവരങ്ങളും പുറത്തു വരികയാണ്. ഇനിയും പുതിയ പുതിയ വിവരങ്ങൾ വരും. അവര് ഈ കാര്യം സംബന്ധിച്ചിടത്തോളം ആക്ഷേപം നൽകിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ജയിലിൽ പോകാതിരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അപേക്ഷ നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ പരാതി കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കും. കോൺഗ്രസിന്റെ നിലപാടാണല്ലോ, ഒരിക്കലും ആരെയും തള്ളി പറയാറില്ല. ഇവരെല്ലാം സംരക്ഷിക്കുക. അപ്പോ രാഹുലിന് സംരക്ഷണ കവചം ഒരുക്കുന്നു കോൺഗ്രസ് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒരു പരാതി ആര് തന്നാലും അതിൽ അന്വേഷണം ഉണ്ടാകും, രാഹുൽ ജയിലിലാകും എന്നതാണ് MV ഗോവിന്ദൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനി ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി പരാതി നൽകുമോ ഇല്ലയോ എന്നുള്ളതാണ്. പെൺകുട്ടിയുടെ പരാതി നൽകിയാൽ മാത്രമേ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നൊരു സാഹചര്യമുണ്ട്. ഈ അന്വേഷണം തുടങ്ങി പരാതിക്കാരിയിൽ വരെ അന്വേഷണ സംഘം എത്തിയെങ്കിലും പരാതി നൽകാൻ പെൺകുട്ടി തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ആ അന്വേഷണം പാതി വഴിയിൽ നിന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പെൺകുട്ടി പരാതി നൽകാൻ തീരുമാനമെടുത്തിരിക്കുന്നു. അത് ഉടനെ ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. പരാതി ഉണ്ടായാൽ അതിൽ നടപടി ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് എന്ന കാര്യം MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിക്കുന്നുണ്ട്. അന്വേഷണ സംഘത്തിന് സ്വാഭാവികമായും മുന്നോട്ട് പോകാൻ കഴിയും. നിർബന്ധിത ഗർഭഛിദ്രം ഉൾപ്പെടെയുള്ള സംഭവങ്ങളുടെ തെളിവുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ കൃത്യമായും ആക്ഷൻ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായാൽ അത് വലിയ രീതിയിൽ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയിപ്പോൾ അത് ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ആരോപണ വിധേയനായ വ്യക്തിയെ സംരക്ഷിക്കുന്നു നേതൃത്വം എന്ന ഒരു തോന്നലാണ് ഇപ്പോഴുള്ളത്. പ്രധാനമായും ഷാഫി പറമ്പിലും KC വേണുഗോപാലുമാണ് സംരക്ഷണ കവചം ഒരുക്കുന്നത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലും അതിനൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. എതിർപ്പുള്ള നേതാക്കൾ ഉണ്ടാകുമ്പോൾ പോലും വലിയ സംരക്ഷണം രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുന്നു. അത് കോൺഗ്രസിലെ മറ്റ് ഗ്രൂപ്പ് പോരുമായി ബന്ധപ്പെട്ടുകൂടി ഉള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആ ശക്തരുടെ സംരക്ഷണത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിക്കാത്ത വേദികളിലെല്ലാം പ്രധാനിയായി എത്തുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യത്തെ കോൺഗ്രസ് എങ്ങനെ മറികടക്കും എന്നതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടുന്നത്. പരാതി ഉണ്ടായാലും ഇല്ലെങ്കിലും രാഹുലിനെ ഒപ്പം കൂട്ടുന്നത് തിരിച്ചടിയാകില്ലേ എന്നൊരു ചോദ്യം ഇപ്പോൾ തന്നെയുണ്ട്. എങ്ങനെ അത് സ്ത്രീ സമൂഹത്തോട് കോൺഗ്രസിന് വിശദീകരിക്കാനാകും എന്നൊരു ചോദ്യമുണ്ട്. പകുതി വോട്ടർമാർ സ്ത്രീകളാണ് നമ്മുടെ നാട്ടിൽ എന്ന കാര്യം നമ്മൾ ഓർക്കണം. മത്സരിക്കുന്ന സ്ത്രീകൾ പകുതി പേരും സ്ത്രീകളാണ്. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് അങ്ങനെ കൂടി ഒരു പ്രത്യേകതയുള്ള കാര്യം നമ്മൾ ഓർക്കണം. അവിടെയാണ് ഈ രീതിയിൽ ആരോപണ വിധേയനായ വ്യക്തിയെ മുന്നിൽ നിർത്തി കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അത് എന്താകും അതിന്റെ ഫലം എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അത് നേതൃത്വത്തിനുള്ള പാഠമാകുമോ എന്നതുകൂടി അതിന്റെ റിസൾട്ട് വരുമ്പോൾ മനസ്സിലാകും.